അമ്പലപ്പുഴ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്ന മഹാകവി ജി സുധാകരൻ രണ്ടും കൽപ്പിച്ച് തന്നെ അദ്ദേഹം ഒരു വലിയ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. പാർട്ടിക്കെതിരെ എന്ന് പറയുന്നതിനേക്കാൾ ശരി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹാൻഡായ സജി ചെറിയാനും എതിരെയാണ് സുധാകരൻ്റെ ആക്രമണം. മറ്റൊന്നുമല്ല, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ഥാപക ആചാര്യൻ പി കൃഷ്ണപിള്ളയുടെ മുഹമ്മയിലെ ആലപ്പുഴ മുഹമ്മയിലെ സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ടാണ് സുധാകരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതായത് 2013 ഒക്ടോബർ 31 രാത്രിയിലാണ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം മുഹമ്മ കണ്ണാർകോട്ടുള്ള സ്മാരകം തകർക്കപ്പെട്ടത്. കൃഷ്ണപിള്ളയുടെ വിഗ്രഹം പോലും നശിപ്പിച്ചു. കൃഷ്ണപിള്ളയുടെ പ്രതിമ, ഞാൻ വിഗ്രഹം എന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണ്. പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി നേതാക്കളുടെ പ്രതിമകളെല്ലാം ഭക്തർ വിഗ്രഹങ്ങൾക്ക് കൽപ്പിക്കുന്ന പ്രാധാന്യം പോലെ കൽപ്പിച്ച് അവർ സംരക്ഷിക്കുന്നതാണ്. അങ്ങനെ ഒരു വിഗ്രഹമാണ് അവിടെ തകർക്കപ്പെട്ടത്. എന്തായാലും അന്ന് ആ കേസ് അന്വേഷിച്ച് 5 CPM പ്രവർത്തകരെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്തിരുന്നു. SFI നേതാവായ ലതീഷ് ചന്ദ്രനും അതുപോലെ സാബു എന്ന മറ്റൊരാളും അടക്കം 5 പേരാണ് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത്. വേണ്ടത്ര തെളിവുകളില്ലാത്തതിനാൽ അവരെ പിന്നീട് കോടതി വെറുതെ വിട്ടു. എന്തായാലും ഈ പാർട്ടി സ്ഥാപക ആചാര്യൻ്റെ പ്രതിമ സംരക്ഷിക്കാൻ, അദ്ദേഹത്തിൻ്റെ സ്മാരകം സംരക്ഷിക്കാനുള്ള കരുത്ത് പോലും ഇല്ലാത്തവരാണ് ഔദ്യോഗിക പക്ഷം എന്ന് വരുത്തി തീർക്കാനാണ് അത്രേ ഈ ആക്രമണം പ്രതികൾ നടത്തിയത്. അതായിരുന്നു കുറ്റപത്രം. എന്തായാലും അന്ന് ഈ കേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. 2020 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. ഇപ്പോൾ ഈ സംഭവമാണ് നമ്മുടെ മഹാകവി ജി സുധാകരൻ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ മറ്റൊന്നുമല്ല. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ രാത്രിയാണ് ഈ സംഭവം, ഏതാണ്ട് അർദ്ധരാത്രി അടുപ്പിച്ചാണ് സ്മാരകം തകർക്കുന്നത്. പക്ഷേ 2:30 മണിയായപ്പോൾ സജി ചെറിയാൻ അവിടെ ഓടിയെത്തി. അന്ന് സജി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെയാണ് സജി ഈ വിവരമറിഞ്ഞ് നാഴികയ്ക്കുള്ളിൽ അവിടെ ഓടിയെത്തിയത്? ഇതാണ് സുധാകരൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. സജി ചെങ്ങന്നൂരുകാരനാണ്. ചെങ്ങന്നൂരിൽ നിന്ന് മുഹമ്മ വരെ യാത്ര ചെയ്യാൻ വേണ്ടുന്ന സമയത്തെക്കുറിച്ച് സുധാകരന് നല്ല ധാരണയുണ്ട്. കാരണം ആ മേഖലകളിലൊക്കെ നിരന്തരം യാത്ര ചെയ്ത്, രാപകൽ ഭേദമന്യേ യാത്ര ചെയ്ത് പരിചയമുള്ള ആളാണ് ജി സുധാകരൻ. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സജി ചെറിയാൻ എങ്ങനെ ഈ 2:30 മണിക്ക് തന്നെ അവിടെ എത്തി എന്ന ചോദ്യമാണ് സുധാകരൻ ഉയർത്തുന്നത്. മാത്രമല്ല, മറ്റൊരു വിഷയം കൂടി അദ്ദേഹം പറയുന്നു. അതായത് ഈ സംഭവത്തിൽ അന്വേഷണം വേണ്ട എന്ന നിർദ്ദേശം വെച്ച് അന്വേഷണം തടഞ്ഞത് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി വിജയനാണ്. അതായത് ഏതൊരു ചെറിയ സംഭവം ഉണ്ടായാൽ പോലും പാർട്ടിക്കുള്ളിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്ന പതിവുണ്ട്. അന്വേഷണ കമ്മീഷൻ അത് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന കേന്ദ്ര തലം വരെ അന്വേഷിച്ച് റിപ്പോർട്ട് അതാത് കമ്മിറ്റികൾക്ക് കൊടുക്കും. ഇവിടെ പക്ഷേ പാർട്ടി സ്ഥാപകാചാര്യൻ്റെ പ്രതിമ, നിസാരക്കാരനല്ല പി കൃഷ്ണപിള്ള, ആ കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്തതിനെക്കുറിച്ച് പാർട്ടി ഒരു അന്വേഷണവും നടത്തിയില്ല. അന്വേഷണം നടത്തണം എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ആവശ്യം ഉയർന്നതാണ്. പക്ഷേ അതിനെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി മൂക്കുകയറിട്ടു. എന്തിനാണ് സഖാവ് ഇങ്ങനെ ചെയ്തത് എന്നാണ് സുധാകരൻ്റെ ചോദ്യം. മാത്രമല്ല, പോലീസ് അന്വേഷണവും കാര്യക്ഷമമായില്ല. സാധാരണ പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയും പോലീസും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന പോലീസും കോടതിയൊന്നും അവർക്ക് ബാധകമല്ല. അവർ അതിനെയൊന്നും വകവയ്ക്കുന്നുമില്ല. അതൊക്കെ ബൂർഷ്വാ കോടതിയും ബൂർഷ്വാ പോലീസുമാണ്. ഇങ്ങനെയാണ് പാർട്ടി തീരുമാനം, പാർട്ടി നയം. എന്തായാലും ഇരിക്കട്ടെ, അന്ന് പോലീസ് അന്വേഷണം നടന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. പക്ഷേ ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് ആ വിഷയം
കാര്യക്ഷമമായി അന്വേഷിക്കാതെ വിട്ടുകളഞ്ഞു. അത് ആരുടെ സമ്മർദ്ദം മൂലമാണ്? അത് പിണറായി വിജയനും കൂട്ടരും അക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ? ഈ സംസ്ഥാന പോലീസിനെ പ്രതിപക്ഷത്തിരുന്ന പാർട്ടിക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു? ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയുമായിട്ട് എന്തെങ്കിലും ഡീൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ അർത്ഥം വരുന്ന വിധത്തിലാണ് ജി സുധാകരൻ്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ അത് വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകും എന്ന് തീർച്ചയാണ്. കാരണം സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ, പ്രത്യേകിച്ചും ആലപ്പുഴയിൽ അന്തഛിദ്രമുണ്ടായാൽ അതിൻ്റെ നേട്ടം അമ്പലപ്പുഴയിൽ സുധാകരന് ലഭിക്കും. അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പി കൃഷ്ണപിള്ള അവരുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തത് ആര് തന്നെയായാലും ശരി, അവരെ വെറുതെ വിടരുത് എന്ന് ഏതൊരു സാധാരണ പാർട്ടിക്കാരനും ആഗ്രഹിക്കും. അതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ആ മൃദുല വികാരത്തെ ചൂഷണം ചെയ്യാനാണ് ജി സുധാകരൻ ഇപ്പോൾ ഈ വിഷയം എടുത്തിട്ടിരിക്കുന്നത്. അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാനും, അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റി അംഗമാണെങ്കിലും ജി സുധാകരനാണ് ആലപ്പുഴ ജില്ലയെ നിയന്ത്രിച്ചിരുന്നത് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആ കാലത്ത് നടന്ന ഈ സംഭവത്തിലാണ് സജി ചെറിയാൻ്റെയും പിണറായി വിജയൻ്റെയും അന്നത്തെ താൽപ്പര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ന് മഹാകവി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പിണറായി വിജയനും സജി ചെറിയാനും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. എന്തുകൊണ്ട് അന്വേഷണത്തിൽ വേണ്ടത്ര തെളിവുകൾ ലഭിച്ചില്ല? എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ദുർബലമായി? പ്രതിപക്ഷത്തിരുന്ന പാർട്ടി അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസുമായി, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് കൈയാളിയിരുന്ന രമേശ് ചെന്നിത്തലയുമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്ക് നടത്തിയിട്ടുണ്ടോ? ഈ സുധാകരൻ ആരോപിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി സഖാവ് പിണറായി വിജയൻ്റെ മുഖത്തു നിന്ന് കേൾക്കാൻ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പി കൃഷ്ണപിള്ള കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം നേതാവല്ല. അദ്ദേഹം കേരളത്തിന് മാതൃകയായ, എല്ലാ രാഷ്ട്രീയക്കാർക്കും മാതൃകയായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയത്തോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ കൃഷ്ണപിള്ളയ്ക്ക് സമാനം കൃഷ്ണപിള്ള മാത്രം. മറ്റൊരു കൃഷ്ണപിള്ളയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. കേരളത്തിൽ പാർട്ടിയെ വളർത്തിയത്, പാർട്ടിക്ക് ബീജാവാപം ചെയ്തത്, പാർട്ടിയെ വളർത്തിയത് ഒക്കെ കൃഷ്ണപിള്ള തന്നെയാണ്. ആ കൃഷ്ണപിള്ളയുടെ സ്മാരകമാണ് ആക്രമിക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വികാരമാണ് പി കൃഷ്ണപിള്ള. അതിനാണ് ഇവിടെ പോറലേറ്റിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിസ്സാരമല്ല. ശ്രീ പിണറായി വിജയനും സജി ചെറിയാനും സുധാകരൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ.